ഖാലു മാ അഖ്ലഫ്നാ മൗഇദക് ബിമൽകിന. അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇത് ആരോടാ ഇപ്പോൾ ചോദിച്ചത്? ഈ കാര്യങ്ങൾ ചോദിച്ച ആരോടാ? മൂസ ഈ കൗമിനോടാണ്. ആ കൗമിൻ്റെ ഹാലെന്താ? അവർ പശു ഉജിലിനെ ആരാധിക്കണം. ഉജിൽ കാളക്കുട്ടിയെ ആരാധിക്കണം. ആ കൗമിൻ പ്രതികരിക്കണം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയണം. ഖാലു അവർ പറഞ്ഞു മാ അഖ്ലഫ്നാ മൗഇദക്. എന്താ മാ അഖ്ലഫ്ന? മാ അഖ്ലഫ്ന ഞങ്ങൾ ലംഘിച്ചിട്ടില്ല. മാ അഖ്ലഫ്ന ഞങ്ങൾ ലംഘിച്ചിട്ടില്ല. എന്തിന്? മൗഇദക് താങ്കളോടുള്ള മൗഇദിനെ. കരാറിനെ എന്താ ഈ മൗഇദി എന്ന് പറഞ്ഞേ? എൻ്റെ മൗഇദ് നിങ്ങൾ ലംഘിച്ചോന്നാണ്. അപ്പോൾ മൗഇദക താങ്കളുടെ മൗഇദിനെ ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല? ലംഘിച്ചിട്ടില്ല. എന്താ വിഷയം? എന്താ ഈ മൗഇദ് എന്ന് പറഞ്ഞു? നമ്മൾ പറഞ്ഞ എന്താ മൗഇദ് എന്താ? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അനുസരിക്കും, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ ഞങ്ങൾ ജീവിക്കും, ആദർശത്തിൽ കഴിയും, ഇതാണ്. അത് ഞങ്ങൾ ലംഘിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഇതൊക്കെ ചെയ്തിട്ടും അവർ ലംഘിച്ചിട്ടില്ല. മാ അഖ്ലഫ്നാ മൗഇദക ബിമൽകിന. ബിമൽകിന എന്താ? ബിമൽകിന എന്നാണ് മൽക്ക്. ഇതിന് 3 വായന ഉണ്ട്. മൽക്ക്, അതേപോലെ മുൽക്ക് അല്ലെങ്കിൽ മിൽക്ക്. 3 അറിയപ്പെട്ട ഖിറാഅത്താണ്. മാ ഖലഫ്ന മൗഇദക ബിമൽകിന എന്ന് ഖിറാഅത്തുണ്ട്, ബിമിൽകിന എന്ന് ഖിറാഅത്തുണ്ട്, ബിമുൽകിന എന്നും ഖിറാഅത്തുണ്ട്. 3 രീതിയിൽ അതിന് പാരായണമുണ്ട്. ഞങ്ങളുടെ മൽക്ക് കൊണ്ട് ഞങ്ങൾ ലംഘിച്ചിട്ടില്ല എന്നാണ്. മൽക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഞങ്ങളുടെ ഇറാദത്ത്, ഉദ്ദേശം. ഞങ്ങളുടെ ഉദ്ദേശം, അതാണ് ഇവിടെ ഉദ്ദേശം. ഞങ്ങളുടെ ഉദ്ദേശപ്രകാരം അല്ലെങ്കിൽ തീരുമാനപ്രകാരം ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല? ഞങ്ങൾ താങ്കളുടെ ഈ മൗഇദിനെ ലംഘിച്ചിട്ടില്ല. പിന്നെന്താ സംഭവിച്ചത്? അതാണ് വലാകിന്നാ ഹുമ്മിൽനാ ഔസാറൻ മിൻ സീനത്തിൽ ഖൗം. വലാകിന്ന എന്നാൽ ഞങ്ങൾ, ഹുമ്മിൽന ഞങ്ങൾ വഹിപ്പിക്കപ്പെട്ടു, ഔസാറൻ ഔസാറിനെ, മിൻ സീനത്തിൽ ഖൗം ആ ഖൗമിൻ്റെ സീനത്തിൽ നിന്ന്. അകപ്പാട് അവ്യക്തത ഉണ്ട്. ഇത് മനസ്സിലാക്കണം എന്താണ് എന്നുള്ളത്. ആദ്യം ഒരു ചരിത്രം പറയാം. ഇവർ ഈജിപ്തിൽ നിന്ന് വന്നവരാണ്. ആര്? ഇസ്രായേലിയർ. ഇപ്പോൾ അവരുള്ളത് അല്ലെങ്കിൽ സീനായിലാണ്, മരുഭൂമിയിലാണ്. അപ്പോൾ ഇവർ ഈജിപ്തിൽ നിന്ന് വന്നപ്പോൾ അവരെന്ത് കൊണ്ടുവന്നിരുന്നു? സീനത്തുൽ ഖൗം കൊണ്ടുവന്നിരുന്നു എന്നാണ്. സീനത്തുൽ ഖൗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഭരണങ്ങളാണ്. കാരണം അത് സൂറത്ത് ആറാഫിൽ പറയുന്നുണ്ട്. വത്തഖദ ഖൗമു മൂസ മിൻ ബഅദിഹി മിൻ ഹുലിയിഹിം ഇജ്ലൻ ജസദൻ ലഹു ഖുവാർ. മൂസാന്റെ ഖൗമ് മിൻ ഹുലിയിഹിം അവരുടെ ആഭരണങ്ങളിൽ നിന്നുണ്ടാക്കിയെന്നാണ്. ഇജ്ലൻ ജസദൻ ഒരു ഇജിലിനെ. അപ്പോൾ ഈ സീനത്തുൽ ഖൗം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ ആഭരണങ്ങളാണ്. ആരുടെ ആഭരണം? അതാണ് അൽ ഖൗം. ഈജിപ്തിൽ നിന്ന് ഇസ്രായേലിയർ വന്നപ്പോൾ ഇസ്രായേലിയരുടെ പക്കൽ കുറേ ആഭരണങ്ങൾ ഉണ്ടായിരുന്നു. ആ ആഭരണങ്ങൾ അൽ ഖൗം എന്ന് പറഞ്ഞെങ്കിൽ കിബിത്തികളുടേതായിരുന്നു. അത് എന്ത് ആഭരണങ്ങൾ? 2 രീതിയിൽ. ഒന്ന്, ഇപ്പോൾ സ്ത്രീകളൊക്കെ എന്ത് ചെയ്യും? ആഭരണങ്ങൾ വാങ്ങുമല്ലോ, ഉപയോഗിക്കാനൊക്കെ വാങ്ങുമല്ലോ. ആ രീതിയിൽ കിബിത്തികളിലെ സ്ത്രീകളിൽ നിന്ന് ഇവർ ആഭരണങ്ങൾ വാങ്ങിയിരുന്നു. അവരുടെ യാത്രക്കും മറ്റൊക്കെ ആയിട്ട് ആഭരണങ്ങൾ വാങ്ങിയിരുന്നു. ഈ ആഭരണങ്ങൾ കൊടുക്കാതെയാണ് എന്ത് ചെയ്തത്? ഇവർ അതായിട്ട് പോരുന്നത് ഇസ്രായേലി സ്ത്രീകൾ. അതൊന്ന്. വേറെ ചിലർ പറഞ്ഞത് ഈ ആഭരണങ്ങൾ അത് യുദ്ധാർജിത സ്വത്തുക്കളായിരുന്നു. ഇസ്രായേലരും കിബിത്തികളും ഒന്നിച്ചാണ് ഈജിപ്തിലുണ്ടായിരുന്നത്. അപ്പോൾ ഖനീമത്ത് സ്വത്തുക്കൾ ഉണ്ടായിരുന്നു. അവർ ശത്രുക്കളോട് യുദ്ധം ചെയ്തിട്ടുള്ള യുദ്ധാർജിത സ്വത്തുക്കൾ ഉണ്ടായിരുന്നു. യുദ്ധാർജിത സ്വത്തുക്കൾ അവർക്ക് യോദ്ധാക്കൾക്ക് അനുവദനീയമായിരുന്നില്ല. അക്കാലഘട്ടത്തിൽ യോദ്ധാക്കൾക്ക് അനുവദനീയമല്ല. യുദ്ധാർജിത സ്വത്തുക്കൾ എന്ത് ചെയ്യണം? അത് എടുക്കാൻ പാടുള്ളതല്ല, യോദ്ധാക്കൾ എടുക്കാൻ പാടുള്ളതല്ല. അത് ശേഖരിച്ച് വെക്കുകയാണ് വേണ്ടിയിരുന്നത്. അതെന്ത് ചെയ്യും? അതിന് കുറേ വിഷയങ്ങളുണ്ട്, ചരിത്രപരമായിട്ട് കുറേ കാര്യങ്ങൾ. അത് ഒരു കുർബാനയായിട്ട് സമർപ്പിക്കപ്പെടും. അത് തീ വന്ന് തിന്നുന്ന അല്ലെങ്കിൽ അള്ളാഹുവിനുള്ള ഒരു കുർബാനയാക്കി നീക്കപ്പെടുന്ന ഒരു വിഷയങ്ങളാണ്. എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഉഹില്ലത് ലി അൽ ഖനായിം, എനിക്ക് ഖനീമത്ത് സ്വത്ത് അനുവദിക്കപ്പെട്ടു. ലം തുഹൽ ലി അഹദിൻ മിൻ ഖബ്ലി, എൻ്റെ മുമ്പ് ഒരാൾക്കും ഖനീമത്ത് എന്ത് ചെയ്തിട്ടില്ല? അനുവദിക്കപ്പെട്ടിട്ടില്ല എന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ഉമ്മത്തികൾക്കും യുദ്ധാർജിത സ്വത്തുക്കൾ അനുവദിക്കപ്പെട്ടു. യോദ്ധാക്കൾക്ക് അത് വീതിക്കാം, എന്നിട്ട് യോദ്ധാക്കൾക്ക് ഉപയോഗിക്കാം. എന്നാൽ അതിനു മുമ്പ് യുദ്ധാർജിത സ്വത്ത് എന്തില്ല?
അത് അനുവദനീയല്ല, യോദ്ധാക്കൾക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ യുദ്ധാർജിത സ്വത്തുക്കൾ ആഭരണങ്ങളായിട്ട് അവിടെ ഉണ്ടായിരുന്നു. ഇസ്രായേലിയർ പോന്നപ്പോൾ, മൂസായുടെ കൂടെ പോന്നപ്പോൾ അതായിട്ടാണ് പോകുന്നത്. അത് കൊടുക്കാതെ അതുമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ സീനത്തുൽ ഖൗം എന്ന് പറഞ്ഞാൽ ഖിബ്തികളുടെ ആഭരണങ്ങളെന്നും അതല്ല അവിടെ ഉണ്ടായിരുന്ന യുദ്ധാർജിത സ്വത്തുക്കൾ എന്നും പറയപ്പെട്ടിട്ടുണ്ട്. അതിന് ഔസാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടർത്ഥത്തിന് പറയും. വിസർ, എന്താ വിസർ? ശരിക്കും വിസർ ഭാരാണ്. വിസർ ഭാരാണ്. ഹിംല്, ഹിംല് ഭാരം. അതേപോലെ തന്നെ വിസർ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എന്തിനു പറയും? ഇസ്, പാപത്തിന് പറയും അല്ലേ? എവിടെയാ പറഞ്ഞ്? വലാ തസിർ വാസിറത്തും വിസറ ഉഖ്റ അവിടെ. അതേപോലെ തന്നെ അലം നശ്റയിൽ പറഞ്ഞിട്ടുണ്ട് അല്ലദി വവദഅന അൻക വിസ്റക് അല്ലദി അൻഖദ ബഹ്റക്. ബഹ്റക് അവിടെ വിസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വിസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്മാണ്, അത് ഭാരം കൂടിയാണ്. അൻഖദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരാളുടെ കുറ്റം അയാളെ സംബന്ധിച്ചിടത്തോളം എന്താ? അയാൾക്ക് ഭാരമാണ്. പരലോക യാത്രയിലേക്ക് അയാൾക്ക് ഭാരം ആണ്. ആര്? കുറ്റം. ഒരു സംഗതിയിൽ ഭാരം കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് താങ്ങാത്തത് ലോഡാണെങ്കിൽ അതിനുണ്ടാകുന്ന പൊട്ടലും ഒച്ചയാണ് ഈ നഖീദ്. നഖീദ് അൻഖദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഭാരം ഏറിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന തകർച്ച അല്ലെങ്കിൽ ഞെരുക്കം അതിനാണ് പറയാം. ഏതായാലും ഇവിടെ വിഷയം ഈ ഔസാർ, അതുകൊണ്ട് ഉദ്ദേശം എന്താണ്? ഭാരങ്ങളാണ് അല്ലെങ്കിൽ പാപങ്ങളാണ്. ഇതിനനുസരിച്ചാണ്, ഇത് ഏത് എന്നതിനനുസരിച്ചാണ് ഇവിടെ ഔസാറിൻ്റെ അർത്ഥം. ഇവര് യുദ്ധാർജിത സ്വത്ത് കൊടുക്കേണ്ടിയിരുന്നു, തിരിച്ചു കൊടുക്കേണ്ടി. അത് കൊടുക്കാതെ കൊണ്ടുവന്നപ്പോൾ അത് അവർക്ക് കുറ്റാണ്. ആ കുറ്റം പേറിയിട്ടാണ് അവർ എവിടെ എത്തിയിട്ടുള്ളത്? സീനായിൽ എത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ ആഭരണങ്ങൾ കിബിത്തികളിലെ സ്ത്രീകളിൽ നിന്ന് വാടകയ്ക്ക് കൊണ്ടുവന്ന, വാടകയ്ക്ക് അല്ലെങ്കിൽ താൽക്കാലിക ഉപയോഗത്തിന് വാങ്ങിയതാണ്. അതിന് പിന്നെ എന്താ പറയുക, ഇരവൽ ആര്യ എന്ന് പറയും, വാങ്ങിയതാണ്. ഇത് കൊടുക്കേണ്ടിയിരുന്നു, പക്ഷെ അവർ കൊടുക്കാതെയാണ് എന്ത് ചെയ്തത്? അവരത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അവർക്കത് ഭാരമാണ്, അത് പാപമാണ്. ഭാരം എന്ന് പറയുന്നുണ്ടല്ലോ, ഈ ആഭരണങ്ങൾ ഇവരടുത്തുണ്ട് ഗനീമത്തായിട്ട്. ഈ ആഭരണങ്ങൾ പിന്നെ ഇവരുടെ അടുക്കലുണ്ട്, ഇത് ഇരവലായിട്ട് വാങ്ങിയതാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പോകുകയും ചെയ്ത് ഇവർ ഇതേറ്റിരിക്കുകയാണ്. ഇതേറ്റിരിക്കുകയാണ്. ഇതെന്ത് ചെയ്യണം? അപ്പം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് വേണം ഇവർക്ക് ചെയ്യാൻ ഒരു പിന്നെ തീരുമാനം പറയാൻ. പക്ഷേ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നതിന് മുമ്പ് സാമിരി എന്ത് ചെയ്തു? അതിൽ തീരുമാനം ഉണ്ടാക്കി. അതാണ് ആ തീരുമാനമാണ് എന്ത്? അയാൾ ഒരു കുഴി കുത്തി അതിൽ തീ കത്തിച്ചു, എന്നിട്ട് എല്ലാവരോടും ഇതിൽ കൊണ്ടുവന്നിടാൻ പറഞ്ഞു. സാമിരി അവരോട് പറഞ്ഞത് നമുക്ക് എന്ത് ചെയ്യാം, എല്ലാവരും കൂടി ഇത് ഏറ്റിക്കണ്ടല്ലോ, ഇതിലിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് ഒരു ലോഹക്കട്ടയാക്കാം എന്നാണ് പറഞ്ഞത്. പക്ഷേ സാമിരി ചില കാര്യങ്ങൾ ചെയ്തിട്ട് എന്തായി, അതിനെ ലോഹക്കട്ടയാക്കുന്നതിന് പകരം ലോഹത്തിൻ്റെ ഒരു കാളക്കുട്ടിയാക്കിയിട്ടാണ് എന്ത് ചെയ്തത്? പുറത്തേക്ക് എടുത്തത്. അതാണ് സംഭവിച്ചത്. ഏതായാലും ഇവിടെ ഇവർ പറയാണ് വലാകിന്ന, ഈ ജനത പറയാണ് ഞങ്ങൾ ഹുമ്മിൽന, ഞങ്ങൾ വഹിപ്പിക്കപ്പെട്ടു. ഹുമ്മിൽന, ഞങ്ങൾ വഹിപ്പിക്കപ്പെട്ടു. എന്ത്? ഔസാറൻ മിൻ സീനത്തിൽ ഖൗം, ഖിബ്തികളുടെ ആഭരണങ്ങളിൽ നിന്ന് ഔസാറിന് എന്ന് പറഞ്ഞാൽ ഭാരങ്ങളെ അല്ലെങ്കിൽ പാപങ്ങളെ. ഭാരങ്ങൾ എന്തുകൊണ്ടാണ് പറയുന്നത്? പാപങ്ങൾ എന്തുകൊണ്ടാണ് പറയുന്നത്? അതാണ് ഞാൻ മനസ്സിലാക്കാനാണ് ഞാൻ ആ വിഷയം പറഞ്ഞത്. ഇത് ഭാരവുമാണ് പാപമാണ്. കാരണം ഇവർക്കിത് കൊടുക്കണം എന്നുണ്ട്, പക്ഷേ ഇപ്പം പോയിട്ട് കൊടുക്കാൻ പറ്റുമോ? കടലിൻ്റെ അപ്പുറത്താണ്. അപ്പോൾ ഇത് ഇവർക്ക് ഭാരമാണ്, ഒപ്പം അത് ചതിച്ച മുതലാണ്. അതുകൊണ്ടത് പിന്നെ പാപം കൂടിയാണ്. അപ്പോൾ അവർ പറഞ്ഞു വലാകിന്ന ഹുമ്മിൽന ഔസാറൻ മിൻ സീനത്തിൽ ഖൗം ഫഖദഫ്നാഹ, അങ്ങനെ ഖദഫ്നാഹ, ഞങ്ങൾ അതിനെ എറിഞ്ഞു. ഖദഫ എന്ന് പറഞ്ഞാൽ എറിഞ്ഞു, ഇട്ടു എന്നർത്ഥത്തിൽ. ഖദഫ്നാഹ, ഞങ്ങൾ അതിനെ എറിഞ്ഞു. ഈ സീനത്തുൽ ഖൗമിനെ അല്ലെങ്കിൽ ഈ ഔസാറിനെ ഞങ്ങൾ എറിഞ്ഞു. ഫകദാലിക അൽഖസാമിരിയു, ഫകദാലിക, അതുപോലെ ഞങ്ങൾ ഇട്ടത് പ്രകാരം അൽഖ സാമിരിയും. ഇത് വിശദീകരിക്കുന്ന ചില അസറുകളിൽ കാണാം, ഇത് കുറേ ആളുകളുണ്ട്, ഇവരത്തൊക്കെ ഇതുണ്ട് സംഭവം. ഇത് യുദ്ധാർജിത സ്വത്താണ് എന്നതാണ് പലരും ഇതിനെ ബലപ്പെടുത്തിയിട്ടുള്ളത്. യുദ്ധാർജിത സ്വത്താകുമ്പോൾ കുറേ ഉണ്ടാവും. ആഭരണമാകുമ്പോൾ എന്താ ഉണ്ടാവുക അല്ലേ? ഓരോരുത്തരും കൂടുതലൊന്നും ഉണ്ടാവില്ല, ഒരു ഭാരമാകാൻ മാത്രം ഉണ്ടാവില്ല. പക്ഷേ യുദ്ധാർജിത സ്വത്താകുമ്പോൾ കുറേ ഉണ്ടാവും.
അപ്പോൾ ഇത് ഇവർക്കൊരു ഭാരം തന്നെയാണ്. അപ്പോൾ ഇവരിത് പിടിച്ചു നിൽക്കുകയാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വരട്ടെ, എന്നിട്ട് ഇതെന്ത് ചെയ്യണം, ഒരു തീരുമാനം നമുക്ക് പ്രതീക്ഷിക്കാം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നതിനനുസരിച്ച് നമുക്ക് ചെയ്യാമെന്നാണ് അവർ വെച്ചത്. പക്ഷേ ഇതൊരു ഭാരമാകുമ്പോൾ പിന്നെ ആരെങ്കിലും കയറിയിട്ട് പറയുമ്പോൾ അതിനനുസരിച്ച്. അതാണ് സാമിരി എന്ത് ചെയ്തു, മൂപ്പര് മടി കാണിച്ചിട്ട് അയക്ക് വാങ്ങിയില്ല. മൂപ്പര് വിളയാണ്. മൂപ്പര് എന്ത് ചെയ്തു, ഒരു കുഴി കുത്തി അതിൽ തീ ഇട്ട് എല്ലാവരോടും എന്ത് ചെയ്തു, ഇതിൽ കൊണ്ടുവന്നിടാൻ പറഞ്ഞു. അപ്പോൾ അത് പ്രകാരം എന്ത് ചെയ്തു, ഖലഫ്നാഹ, ഞങ്ങൾ ഈ ആഭരണങ്ങൾ അല്ലെങ്കിൽ ഔസാർ അതിൽ ആ തീയിലിട്ടു. ഫകദാലിക അൽഖ അസ്സാമിരിയു, അപ്രകാരം സാമിരിൻ്റെ അടുത്തുണ്ട്, മൂപ്പരും ഇട്ടു. പിന്നെ സാമിരിനെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വിചാരണ ചെയ്യുന്നുണ്ട്. മാ ഖത്ബുക യാ സാമിരി, നിന്റെ പ്രശ്നം എന്താണ്? അപ്പോൾ സാമിരി പറയുന്നുണ്ട്, എന്താണ് ഞാൻ ഇത് ചെയ്തതിന് പിന്നിൽ എന്ത് തുടങ്ങിയ കാര്യങ്ങൾ, എങ്ങനെയാണ് ഇതിനെ ഒരു മുക്രയിടുന്ന കരയുന്ന കാളക്കുട്ടിയാക്കിയിട്ട് എടുത്തതെന്നുള്ള വിഷയമൊക്കെ ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് ആവർത്തനം വേണ്ട, നമുക്കത് അവിടെ പറയാം. ഏതായാലും ഇപ്പോൾ പിന്നെ ഈ എന്താണ് ഈ സീനത്തുൽ ഖൗം, എന്താണ് ഈ ഔസാർ, അതേപോലെ തന്നെ ഇത് പിന്നെ സാമിരിയും പിന്നെ ജനതയും തീയിൽ ഇട്ട വിഷയം, അതാണ് ഞാനിവിടെ ഉണർത്തിയത്.